നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കാശ്മീരിൽ റോഡ് നിയന്ത്രണം ഏർപ്പെടുത്തിയതിന്റെ പേരിൽ മണിക്കൂറുകളോളം റോഡിൽ കുടുങ്ങിക്കിടക്കേണ്ടി വന്ന പെൺകുട്ടി ശ്രുതി ഭദാന സൈന്യത്തെ ചീത്ത വിളിച്ചതിന് മാപ്പ് പറഞ്ഞു. ഇതോടെ ശ്രുതി ഭദാനയ്ക്ക് സ്വീകരണമൊരുക്കാൻ തീരുമാനിച്ച രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും വിഷമവൃത്തത്തിലായി. കാരണമറിയാതെ സൈന്യത്തെ ചീത്ത വിളിച്ചതിന്റെ പേരിൽ പെൺകുട്ടിയുടെ സോഷ്യൽ മീഡിയ പേജിൽ ലക്ഷക്കണക്കിന് പേരാണ് വിമർശനവുമായി എത്തിയത്. ഇതോടെ മറ്റ് ഗത്യന്തരമില്ലാതെ പെൺകുട്ടി സൈന്യത്തോട് മാപ്പ് പറഞ്ഞു. കാർഗിൽ വിജയ ദിവസിൽ വിഐപികൾ കടന്നു പോകുന്നതിനാലാണ് സൈന്യത്തിന് റോഡിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നത്. ഇക്കാര്യം അറിയാതെയാണ് റോഡിൽ മണിക്കൂറുകളോളം മാർഗതടസ്സം ഉണ്ടായതിന്റെ പേരിൽ പെൺകുട്ടി സൈന്യത്തിനെതിരെ പൊട്ടിത്തെറിക്കുകയും ഞാൻ ജൻസിയാണെന്ന് വിളിച്ചു പറയുകയും ചെയ്തത്. ഈ സംഭവത്തിൽ മോദി സർക്കാരിനെ അടിക്കാൻ ഒരു വടി കിട്ടിയെന്ന് കരുതി രാഹുൽ ഗാന്ധി മുതലെടുപ്പിനൊരു ശ്രമം നടത്തിയിരുന്നു. ശ്രുതി ഭദാനയ്ക്ക് ഡൽഹിയിൽ സ്വീകരണം നൽകുമെന്നായിരുന്നു രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത്. പക്ഷേ ശ്രുതി ഭദാന തന്നെ താൻ ചീത്ത വിളിച്ചതിന്റെ പേരിൽ സൈന്യത്തോടും ജമ്മു കാശ്മീർ പോലീസിനോടും മാപ്പ് പറഞ്ഞിരിക്കുന്നു. NDTVക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു പെൺകുട്ടി സൈന്യത്തോട് മാപ്പ് പറഞ്ഞത്. ലഡാക്കിൽ റോഡ് അടച്ചിട്ട് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരോട് ദേഷ്യപ്പെട്ട 25-കാരിയായ ശ്രുതി ഭദാന സൈന്യത്തെ ചീത്ത വിളിക്കുന്ന ഈ വീഡിയോയുടെ പേരിൽ വൈറലായി മാറിയിരുന്നു. എന്തിനാണ് തങ്ങളുടെ യാത്ര സൈന്യം തടസ്സപ്പെടുത്തിയെന്നറിയാതെ മണിക്കൂറുകളോളം റോഡിൽ കാത്തിരിക്കേണ്ടി വന്നതിന്റെ പേരിൽ താൻ നിരാശയോടെ സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തോടും ജമ്മു കാശ്മീർ പോലീസിനോടും ലഡാക്ക് പോലീസിനോടും യുവതി ക്ഷമാപണം നടത്തുകയായിരുന്നു. വീഡിയോ വൈറലായതിനു ശേഷം ആദ്യമായാണ് NDTVയോട് സംസാരിക്കുമ്പോൾ തന്റെ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും സായുധ സേനയെ അപമാനിക്കാനോ സംഭവത്തിലൂടെ ജനപ്രിയയാകാനോ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ലെന്നും ശ്രുതി ഭദാന പറഞ്ഞത്. ഇന്ത്യൻ സൈന്യത്തെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു. ഞാൻ ചീത്ത വിളിച്ചതിന് കാരണം അവർക്ക് വിഷമമുണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടിരുന്നില്ല. ആ ദിവസം ഞങ്ങൾ ലഡാക്കിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. വിഐപികൾ അതിലൂടെ കടന്നു പോകുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് രാവിലെ 3 മുതൽ 4 മണിക്കൂർ വരെ കാത്തിരുന്നു. എത്ര സമയം കൂടി കാത്തിരിക്കണമെന്നൊരു സൈനികനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം മറ്റൊരു മണിക്കൂർ കൂടിയെന്ന് പറഞ്ഞു. ഇതാണ് പൊട്ടിത്തെറിക്കാൻ കാരണമായത്, ശ്രുതി ഭദാന NDTVയോട് പറഞ്ഞു. ലഡാക്ക് പോലീസിന്റെ അഭിപ്രായത്തിൽ ജൂലൈ 26-ന് കാർഗിൽ വിജയ് ദിവസം ആഘോഷിച്ച സമയത്ത് സുരക്ഷാ കാരണങ്ങളാൽ റോഡ് താൽക്കാലികമായി അടച്ചിടേണ്ടി വന്നിരുന്നു. മിനിബാർഗ് സോജില സോണാമാർഗ് റോഡിലൂടെയുള്ള യാത്ര നിയന്ത്രിച്ചിരുന്ന ദ്രാസ് പ്രദേശത്തെ മിനിമാർഗ് ചെക്ക് പോസ്റ്റിന് സമീപമാണ് സംഭവം. റോഡ് അടച്ചതിനെ തുടർന്ന് ഒരു സംഘം യാത്രക്കാർ കോപാകുലരായി. ഞങ്ങൾ ജൻസിയാണ്, ഈ അസംബന്ധം ഞങ്ങൾ സഹിക്കില്ല. നിങ്ങൾ എല്ലാവരും എന്നോട് പറയൂ, നിങ്ങൾ ഇവിടെ പ്രതിഷേധിച്ചിരിക്കുമോ ഇല്ലയോ, നമുക്ക് പോകാം, അവർ ഞങ്ങളെ എങ്ങനെ തടയും? ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു ശ്രുതി ഭദാന സൈന്യത്തെ വെല്ലുവിളിച്ചത്. എന്തുകൊണ്ടാണ് ഞാൻ ജൻസിയാണെന്ന് പ്രകോപനത്തിനിടയിൽ പറഞ്ഞുവെന്ന ചോദ്യത്തിന് പിന്നിൽ കൂടി നിന്ന പലരും ഈ വാചകം പറയാൻ തന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നുവെന്നും ശ്രുതി ഭദാന പറഞ്ഞു. അതിനിടെ ഹിന്ദു വിരുദ്ധ നിലപാടാണ് സോണിയാഗാന്ധിക്കെന്നും അവർ ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നീ ദൈവങ്ങളെ ഇഷ്ടമല്ല എന്നും അർണബ് ഗോസ്വാമി പറയുന്നു. പണ്ട് മുഹമ്മദ് അലി ജിന്ന എങ്ങനെയാണോ വന്ദേമാതരം പാടാതിരിക്കാൻ പ്രതിഷേധിച്ചിരുന്നത്, അതേ രീതിയാണ് ഇപ്പോൾ സോണിയാഗാന്ധി പിന്തുടരുന്നതെന്ന് അർണബ് ഗോസ്വാമി പറഞ്ഞു. പണ്ട് ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നീ ഹിന്ദു ദൈവങ്ങളെ സ്തുതിക്കുന്ന വന്ദേമാതരത്തിന്റെ ഭാഗങ്ങൾ വേണ്ടെന്നായിരുന്നു മുഹമ്മദ് അലി ജിന്ന വാശി പിടിച്ചത്. മുഹമ്മദ് അലി ജിന്നയുടെ സമ്മർദ്ദം കാരണമാണ് അന്ന് വന്ദേമാതരം നെഹ്റുവും കൂട്ടരും വെട്ടിച്ചുരുക്കിയത്. പക്ഷെ താൻ അന്ന് നെഹ്റുവും കോൺഗ്രസും വെട്ടിച്ചുരുക്കിയത് മാറ്റുമെന്ന് പകരം ദുർഗാ, ലക്ഷ്മി, സരസ്വതി എന്ന ദൈവങ്ങളെ വന്ദേമാതരത്തിൽ തിരിച്ചു കൊണ്ടുവരുമെന്നുമാണ് മോദി പറഞ്ഞത്. എന്നാൽ പണ്ടത്തെ മുഹമ്മദ് അലി ജിന്നയുടെ അതേ നിലപാട് ആവർത്തിക്കുക വഴി സോണിയാഗാന്ധി പതിയെ മുഹമ്മദ് അലി ജിന്നയായി മാറിയിരിക്കുകയാണെന്ന് അർണബ് ഗോസ്വാമി വാദിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.